ഫ്രണ്ട്സ്, ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരി വറ്റിച്ചെടുക്കല്ലേ ചെയ്യുന്നത്, തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ വെള്ളം വേണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പിടണം, എങ്കിൽ ഇത് ഊറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ചോറിന് പാകത്തിന് ഉപ്പുണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. ഞാനിവിടെ 4 ഗ്രാമ്പു, 4 ഏലക്ക, ഒരു ചെറിയ 3 കഷ്ണം പട്ട, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഇതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചോറിന് അല്പം മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 കപ്പ് ബിരിയാണി അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വേറൊരു പാൻ, ഇത് വേവായി വരുമ്പോഴേക്കും നമുക്ക് വേറൊരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലുമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നെയ്യ് മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നെയ്യ് മാത്രം ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ സവാള ചെറുതായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ, നന്നായിട്ട് ബ്രൗൺ കളറാവണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് ആയി വരുമ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ, ഈ മുന്തിരിയൊക്കെ ഒന്നിങ്ങനെ വീർത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്കിനി അരി ഒരു 1/4 ഭാഗത്തോളം വേവാവുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുക്കുമ്പോൾ അധികം വെള്ളം ഊറ്റി കളയാതെ വേണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എങ്കിലേ കുറച്ച് വെള്ളം ഉണ്ടാവുമ്പോൾ അതിൽ കിടന്നിട്ട് ബാക്കി ഭാഗം കൂടി വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അധികം വെള്ളം ഊറ്റി കളയാതെ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് നികത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ബിരിയാണി മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണ്. ഇത് വെജിൻ്റെ കൂടെയും നോൺ വെജിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്നൊരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളൊരു ബിരിയാണിയുടെ റൈസ് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.